Father, we thank you, Lord, for this morning. Lord, we thank you, Lord, for your wonderful presence in our lives. Lord, you're a good God, Lord. Amen. കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും കർത്താവെ അങ്ങ് സ്തുതിപ്പാൻ, അങ്ങ് വാഴ്ത്തുവാൻ, ഹല്ലേലൂയ, അങ്ങോട്ടോട് ചേർന്ന് ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടുതലായിട്ട് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഹീലിംഗിന്റെ ഈ വിഷയത്തിന്റെ പുറത്ത് ഹല്ലേലൂയ, അങ്ങ് കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തിനെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ വില കൊടുത്ത് മേടിച്ചത് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളത് ഞങ്ങളുടെ ജീവിതത്തിൽ കരസ്ഥമാക്കി കർത്താവെ, ഹല്ലേലൂയ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് കർത്താവെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുവാൻ, അങ്ങയുടെ രാജ്യം വർദ്ധിപ്പിക്കുവാൻ, ഹല്ലേലൂയ, മുമ്പേ അങ്ങയുടെ രാജ്യം നീതിയും അന്വേഷിക്കാൻ കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കർത്താവെ അതിൽ കൂടെ ചെയ്യുവാൻ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഞങ്ങളെല്ലാവരും എഫക്റ്റീവായിരിക്കാൻ സഹായിക്കുന്ന എല്ലാ വഴികൾക്കായിട്ടും വിധങ്ങൾക്കായിട്ടും സ്തോത്രം. ഞങ്ങൾ കർത്താവ് കേൾക്കുന്ന വചനം ഹല്ലേലൂയ കർത്താവ് വിശ്വാസമായിട്ട് കർത്താവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവ് വിശ്വസിക്കുന്നില്ല, ഹല്ലേലൂയ, ഞങ്ങൾ കുലുങ്ങാതെ പതറാതെ നിൽക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ നടത്തിപ്പിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, അങ്ങാവുന്നല്ലോ കർത്താവേ, ഞങ്ങളുടെ എല്ലാം അതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ ഐ വിൽ സെൻഡ് യു കംഫർട്ടർ. ഹല്ലേലൂയ, കർത്താവേ, ജീസസ് യു സെഡ് ദാറ്റ്, കർത്താവ് അങ്ങ് പറഞ്ഞല്ലോ. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് ദിനം ജീവിപ്പാൻ, നിമിഷം ജീവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കാനായിട്ട് സ്തോത്രം. ഈ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു, യേശു നാമത്തിൽ തന്നെ, ആമേൻ. ഹോപ്പ്ഫുള്ളി നമ്മള് കേൾക്കാമല്ലോ അല്ലേ? ഹോപ്പ്ഫുള്ളി നമ്മൾ ഇന്നും കൊണ്ട് ഹീലിംഗ് ഒരു ലെവൽ എത്തണം. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ ചില കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ നോക്കുന്നത് ഇനിയും കിടക്കുന്നില്ലോ എന്ന്. നമുക്കിത് അങ്ങ് എൻലെസ് ആയിട്ട് നീക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെനവർ നമുക്ക് ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം മേ ബി വിൽ സ്റ്റെപ്പ് ഇൻ ആൻഡ് ഷെയർ ഹീലിംഗ് വൺസ് ഇൻ എ വൈൽ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ആക്ച്വലി ഒത്തിരി ഹീലിംഗിന്റെ പല സൈഡ്സ് കണ്ടു. നമ്മൾ ആക്ച്വലി ഇന്ന് നോക്കുന്നത് ഹൗ ടു റിസീവ് യുവർ ഹീലിംഗ് ആൻഡ് ഹൗ ടു സ്റ്റാൻഡ് എക്സസൈസ് യുവർ അതോറിറ്റി ആൻഡ് സീ യുവർ ഡെലിവറൻസ്. ഓക്കെ, ഹൗ ടു റിസീവ് യുവർ ഹീലിംഗ്. ഓക്കെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടു അല്ലേ? മെഡിറ്റേഷൻ കണ്ടു, കൺഫെഷൻ കണ്ടു, നോളജിന്റെ ലെവൽസ് നമുക്ക് മനസ്സിലായി, നമ്മൾ താങ്ക്സ് ഗിവിങ് നമ്മൾ കണ്ടു ഇല്ലേ? അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടു. സോ അപ്പം so now we're going to look at how to receive our healing. Okay, ഒന്ന്, have a clean life. Okay, നമ്മുടെ ജീവിതം കർത്താവ് പറഞ്ഞതുപോലെ ബി പെർഫെക്റ്റ് ഈവൻ ആസ് ഐ ആം പെർഫെക്റ്റ് എന്ന് കർത്താവ് പറഞ്ഞല്ലേ? അതൊരു വലിയൊരു ഓർഡറാ അല്ലേ? അതിന്റെ മലയാളം എന്തുവാ? പെർഫെക്റ്റ് ഈവൻ ആസ് ഐ ആം, ഈവൻ ആസ് ഓക്കെ, മാത്യു 5:48. BE മലയാളം ഒന്ന് വായിക്കാതിരിക്കുന്നു. 48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണനായിരിക്കുവിൻ. സൽഗുണം എന്ന് വെച്ചാൽ മീനിങ് എന്തുവാ? ഗുഡ് വർക്ക്സ്. സോറി, പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത്, ബി പെർഫെക്റ്റ് ഈവൻ ആസ് ഐ ആം പെർഫെക്റ്റ്. ഓക്കെ, ചില കടിച്ച പൊട്ടാത്ത വാക്കുകളുണ്ട്. അതെ, ഓക്കെ. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ പെർഫെക്ഷൻ എന്നുള്ളൊരു വേർഡ് യൂസ് ഉണ്ട്. ബി പെർഫെക്റ്റ് ഈവൻ ആസ് ഐ ആം പെർഫെക്റ്റ്. നമ്മൾ നോക്കിയാൽ നമ്മൾ ഇത് കാണുമ്പോൾ സാധാരണ ആൾക്കാരുടെ മുട്ടിടിക്കും. കർത്താവ് ഞാനോ പെർഫെക്റ്റോ എങ്ങനെ ഒപ്പിക്കും? ഇച്ചിരി പാടാ. അപ്പം ആക്ച്വലി നമ്മള് പെർഫെക്ഷന്റെ കാര്യം നോക്കുമ്പം
നമ്മൾ ആരും എത്ര നോക്കിയാലും നമുക്ക് വീഴ്ചകളും താഴ്ചകളും ഉണ്ട് അല്ലേ? നമ്മൾ ആരാ പെർഫെക്റ്റ്? ഞാനില്ല, ഞാൻ ആദ്യം സമ്മതിക്കുക. അപ്പം ഇതിനകത്തുള്ള വിഷയം എന്തെന്ന് വെച്ചാൽ, കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയം കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എങ്കിൽ കർത്താവ് നമ്മുടെ കുറവുകളെ കണക്കിടാതെ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടാണ് യേശു ക്രിസ്തുവിൽ കൂടെ കാണുന്നത്. ഓക്കെ, അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ഇത് എനിക്ക് ഒത്തിരി വലിയൊരു ആശ്വാസം ഇന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ. ബിക്കോസ് നമ്മളിപ്പോഴും ഓർക്കും സൈറ്റൻ നല്ല മിടുക്കനാണല്ലോ, ഇതിനെപ്പോഴും നമ്മള് ഇങ്ങനെ നമ്മുടെ പുറകെ നടക്കും. യു ആർ നോ ഗുഡ്, യു കനോട്ട് ബി യൂസ്ഡ്, നീ ഇൻഎഫക്റ്റീവ് ആണ്, നീ നല്ലവനല്ല, നീ ആ പാപം ചെയ്തു, നീ ഈ പാപം ചെയ്തു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയപ്പം ഇറ്റ് വാസ് എ ബിഗ് റിലീഫ്. അതായത് ഐ ഡോണ്ട് നീഡ് ടു ഹാവ് ഹ്യൂമൻ പെർഫെക്ഷൻ. ഓക്കെ, what we need is perfection in God's sight, which God has given us freely. Okay, അപ്പം കർത്താവ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പെർഫെക്ഷൻ തന്നേക്കുക. ഒന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, വായും കൊണ്ട് ഏറ്റു പറഞ്ഞു ചെയ്യണം. അതാണല്ലോ നമ്മുടെ വിശ്വാസത്തിന്റെ കോർ എന്ന് പറഞ്ഞത്. യേശു ക്രിസ്തു എൻ്റെ കർത്താവാന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റു പറഞ്ഞു ചെയ്യണം. പിന്നെ അതിനോട്, ആ സത്യത്തിനോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. നമ്മുടെ ബലത്തിൽ ഇതൊന്നും നടക്കത്തില്ല. ഓക്കെ, നമുക്കൊരു വീഴ്ച വരുമ്പം നമ്മൾ പാപത്തിനെ കുറിച്ച് ഓവർകം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പിന്നെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ വീഴും, ഇടയ്ക്കിടയ്ക്ക് വീഴാതിരിക്കാം ആണെങ്കിൽ. ഓക്കെ, പക്ഷെ നമ്മുടെ ജഡമുള്ള കാലം ഒരു മുകളിലോട്ടും താഴോട്ടും ഉള്ളൊരു ഓട്ടമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ ഹൃദയം ഒന്ന് കർത്താവിനെ വിശ്വസിച്ച് അങ്ങോട്ടേറ്റ് പറഞ്ഞു, രണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് നമുക്ക് താല്പര്യമുള്ളപ്പോൾ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് എൽസ്. പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, നമ്മൾ എപ്പോഴും വീഴുന്ന വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതങ്ങ് അനുസരിച്ചാൽ മതി. ഓക്കെ, അപ്പം ആ ഒരു പെർഫെക്ഷൻ്റെ ഒരു വിഷയം സൈറ്റിന് നമ്മൾ കൊണ്ട് ഇട്ടിട്ട് നമ്മളെ ഒലയ്ക്കാൻ സൈറ്റിന് പറ്റത്തില്ല. ഓക്കെ, അത് പിന്നെ അടുത്തൊരു വിഷയം നമ്മൾ നേരത്തെ നോക്കിയൊരു വേഴ്സാ, സബ്മിറ്റ് ടു ഗോഡ്, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹീൽ ഫ്ലീ ഫ്രം യു, അല്ലേ? അപ്പം നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചു. ആക്ച്വലി ഹീലിംഗ് കിട്ടാൻ ഒത്തിരി മെക്കാനിസംസ് ഉണ്ട്, ഒരു മെക്കാനിസം മാത്രമല്ല. ഓക്കെ, അതിനായിട്ട് കർത്താവിനെ എത്ര സ്തുതിക്കണം, ഇല്ലേ? നമുക്ക് ഒറ്റ വഴി മാത്രമല്ല ഹീലിംഗ് കിട്ടാൻ. നമുക്ക് നമ്മളിപ്പം പല കാര്യങ്ങൾ നോക്കി. ഒന്ന് നമ്മൾ തന്നെ ഫെയ്ത്ത് ബിൽഡപ്പ് ചെയ്യുക. നമ്മുടെ തന്നെ ഫെയ്ത്ത് ബിൽഡപ്പ് ചെയ്യുമ്പം നമ്മൾ ഒരു ലെവൽ എത്തിക്കഴിയുമ്പം യു ക്യാൻ റിസീവ് ഹീലിംഗ് ബൈ യുവർ സെൽഫ്. ഞാൻ സാറിന് അതാ ചെയ്യുന്നത്. രണ്ട്, നമുക്ക് ജെയിംസിൽ നമുക്ക് കാണാൻ പറ്റും, മൂപ്പന്മാരെ വിളിച്ച് വരുത്തി പ്രാർത്ഥിക്കാൻ, അല്ലേ? ദാറ്റ് ഈസ് അന്തർ മെക്കാനിസം ടു ഗെറ്റ് ഹീലിംഗ്. ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് നമ്മൾ നോക്കിയില്ല, ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് നോക്കിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 14 നോക്കിക്കേ. ജെയിംസ് 5:14. ഓരോ കാര്യങ്ങൾ എടുത്തു വരും, പിന്നെയും കിടക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ജെയിംസ് 5:14 ഇതൊരു ക്രൂഷ്യൽ പ്രിൻസിപ്പിൾ. കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം എന്ത് പറ്റും? അടുത്ത വേഴ്സ് വായിച്ചു. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. എന്തോ സംശയം? ഓക്കെ, ഇന്നത്തെ കാലത്ത് ഒരു സംശയമില്ല ആർക്കും. പക്ഷേ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ഇടയിൽ, ഒരു ചർച്ചില് നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവര് പ്രാർത്ഥിക്കട്ടെ. എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം വരുത്തും. ഓക്കെ, അതായത് ഒരു ചർച്ചില് രോഗികൾ കാണാൻ പാടില്ല എന്ന് മനസ്സിലായോ?
നമ്മൾ പക്ഷെ പൊതുവെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 60 to 80% ആൾക്കാർ എന്തെങ്കിലും രോഗം കൊണ്ട് പാടുപെടുന്നവരാ. ഒരു കോൺഗ്രിഗേഷൻ ഏതൊരു ഗ്രൂപ്പിലെടുത്താലും. അങ്ങനെ അല്ലെങ്കിൽ ഇറ്റ്സ് എൻ എക്സെപ്ഷൻ. പക്ഷേ ബൈബിളിൽ പറയുന്നത് ഇൻ എ ചർച്ച് യു ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ഹാവ് സിക്ക് പീപ്പിൾ, അല്ലേ? രോഗികളായിട്ടുള്ള ആരും പാടില്ല. അപ്പം ദിസ് ഇസ് അന്തർ വേ ടു റിസീവ് യുവർ ഹീലിംഗ്. അപ്പം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ആരാ വിളിക്കേണ്ടിയേ? സഭയിലെ മൂപ്പനെ ആരാ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടിയേ? അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ. ഓക്കെ, അവൻ്റെ ഭാര്യയോ അവൻ്റെ മക്കളോ അവൻ്റെ പേരൻസോ അല്ല ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടേ. വിളിക്കുന്ന ടെലിഫോൺ വഴി വിളിക്കുകയോ പോയി പറയുന്നത് ആർക്കാണെങ്കിലും പറയാം. പക്ഷെ ആ സഭയിലെ മൂപ്പും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് വ്യത്യാസം വരുമെന്നുള്ളൊരു വിശ്വാസം ഇല്ലെങ്കിൽ ദർസ് നോ പോയിന്റ്. ഒന്ന് നമ്മൾ തന്നെ നമ്മുടെ അപ്പം ദാറ്റ്സ് അന്തർ വേ ടു ഗെറ്റ് ഹീൽഡ്. ഓക്കെ, പിന്നെ ലോർഡ് സപ്പർ വഴി യു ക്യാൻ ഗെറ്റ് ഹീൽഡ്. 1 Corinthians 11 എടുത്താൽ 1 Corinthians 11 എടുത്ത് അതിൻ്റെ ലാസ്റ്റിലോട്ട് പോയാൽ വേഴ്സ് 29, 28, 29, 30. 11, 28, 29, 30. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അപ്പം അവിടെ എന്താ പറഞ്ഞേ? ഒരു തിരുവത്താഴം കഴിക്കുമ്പം എന്ത് ചെയ്യണം? ശരീരത്തെ വിവേചിക്കണം, അല്ലാതെ അവന്റെ പാപം ഏറ്റുപറയല്ല അവിടെ വേണ്ടിയത്. ഓക്കെ, പൊതുവെ അത് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പാപം ഏറ്റു പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് രോഗസൗഖ്യം വന്നില്ല. രോഗസൗഖ്യത്തിനെ കുറിച്ചൊന്നും പൊതുവെ ലോർഡ് സപ്പർ പഠിപ്പിക്കാറില്ല. എനിക്കറിയത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന്. ഞാൻ ഏറ്റവും ആദ്യം ഹീലിംഗ് ഇത് ലോർഡ് സപ്പറിൽ കൂടെ വരുമെന്ന് കേട്ടപ്പോൾ ഞാൻ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. മനസ്സിലായി? ബിക്കോസ് ആക്ച്വലി ഇവിടെ പൊതുവെ ആൾക്കാർ ചെയ്യുന്നത് അവർ തിരുവത്താഴത്തിന്റെ മുന്നേ പോകുമ്പോൾ അല്ലെങ്കിൽ ലോർഡ് സപ്പറിന്റെ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്? കർത്താവ് എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കണേ, എന്നെ ക്ലീൻ ആക്കണേ, ഞാൻ അശുദ്ധിയോടെ കഴിക്കല്ലേ എന്ന ചിന്ത. പക്ഷെ അവിടെ അശുദ്ധിയുടെ വിശുദ്ധിയുടെ കാര്യമൊന്നും അല്ല പറഞ്ഞത്, അയോഗ്യമായി കഴിക്കുന്ന വിഷയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? അപ്പം നമ്മൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? തിരുവത്താഴം കഴിക്കുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് വേഴ്സ് 29 പറഞ്ഞ് അവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, വിവേചിക്കുന്ന എന്തുവാ? ഡിസേണിങ് ദ ലോർഡ്സ് ബോഡി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ്. അതായത് നമ്മളൊരു ഒരു 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 ടിൻറ്റുള്ള കാറിനകത്ത് ഒരു കാറിനകത്തോട്ട് നോക്കുകയെന്ന് ഓർത്തു. ഓക്കെ, ടിൻറ്റ് നല്ല ഹെവി ടിൻറ്റാ. ഓക്കെ, ബ്ലാക്ക് ടിൻറ്റിങ് ആണെങ്കിൽ നമ്മൾ വെളിയിൽ നോക്കിയാൽ ഒന്നും കാണത്തില്ല. അപ്പൊ നമ്മൾ ആ ഗ്ലാസിന്റെ അടുത്തോട്ട് ചെന്നിട്ട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുപാടുള്ള ലൈറ്റ് ഫുൾ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അകത്ത് ലൈറ്റ് കൂടുതൽ അകത്തെ കാര്യങ്ങൾ ചെറുതായിട്ട് കാണാൻ പറ്റും, അല്ലേ? ആ ചെറുതായിട്ട് കാണുന്നതാണ് ഡിസേണിങ് ദ ലോർഡ്സ് ബോഡി, അല്ലെങ്കിൽ തിരുശരീരത്തെ വിവേചിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മൾ തിരുശരീരത്തെ വിവേചിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വിവേചിക്കുന്നത്? നമ്മൾ എന്ത് കാണുന്നത്? ഈ കണ്ണു മൂടി സൈഡ്സ് കവർ ചെയ്ത് നമ്മൾ കാണുന്നത്, കർത്താവെ ഞാൻ ഇത് കഴിക്കുമ്പം 2000 വർഷം മുമ്പ് എനിക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ മരിച്ചു, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി അടിപ്പിണ്ടകൾ ഏറ്റു, എൻ്റെ പാപം കർത്താവ് 2000 വർഷം മുമ്പേ കാൽവറിയിൽ വഹിച്ചു, എൻ്റെ രോഗം വഹിച്ചു, എൻ്റെ ദുഃഖം വഹിച്ചു. അപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു സിക്നസിന്റെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ, തലവേദനയോ കാലുവേദന എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് മാറി കർത്താവിന്റെ ശരീരത്തിലോട്ടാണെന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. ദിസ് നോ പ്രോബ്ലം. നമ്മൾ ഇമാജിൻ ചെയ്യുമ്പം യു വിൽ സീ ദാറ്റ് യുവർ പെയിൻ ലിഫ്റ്റ്സ്. നമ്മുടെ പെയിൻ മാറി, നമ്മുടെ രോഗം മാറി, കാൽവറിയിൽ ചെന്ന് നമുക്ക് കണ്ടിട്ട് കർത്താവെ അതിനായിട്ട് എൻ്റെ രോഗം വഹിച്ചതിനായിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് രോഗസൗഖ്യം വരും. ഇവിടെ അവസാനം എന്ത് പറഞ്ഞേ? നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അയോഗ്യമായി കഴിക്കുന്നത് കൊണ്ട്, തിരുശരീരം വിവേചിക്കാഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഇടയിൽ പലരും
രോഗികളും ചിലര് നിദ്ര പ്രാപിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പം നമ്മൾ തിരുശരീരം ശരിയായിട്ട് വിവേചിച്ചാൽ എന്ത് പറ്റും? നമുക്ക് തിരുവത്താഴത്തിൽ കൂടെ രോഗസൗഖ്യം വ്യാപരിക്കും. ഓക്കെ, അപ്പൊ അത് മൂന്നാമത്തെ ഒരു മെക്കാനിസമാണ്. പിന്നെ നമുക്ക് നമ്മുടെ അതോറിറ്റി യൂസ് ചെയ്യാം. നമ്മൾ അതോറിറ്റിയെ പറ്റി പിന്നെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ യു ക്യാൻ ഹീലിംഗ് കിട്ടാൻ ഒത്തിരി വഴികളുണ്ട്. ഒറ്റ വഴിയല്ല, നമുക്ക് ഇതെല്ലാം കർത്താവിൽ കൂടെ ആണെങ്കിലും പല മെക്കാനിസംസാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ ഓർക്കും, കർത്താവ് ഒരു മെക്കാനിസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതേ പിടിച്ചേനെ. നമുക്ക് കർത്താവ് എന്നൊക്കെ ഒത്തിരി മെക്കാനിസംസാണ്, ഒരു മെക്കാനിസം അല്ല. ഓക്കെ, അതുകൊണ്ട് കർത്താവ് എപ്പോഴും ഒരു ധാരാളി എന്നുള്ള റൈറ്റ് വേർഡാണോ? കർത്താവ് എന്താ പറയുക, ഈ മുറുകി പിടിക്കുന്ന ആളല്ല. ഹിൽ ഗിവ് യു ഇൻ പ്ലെന്റി, അബണ്ടൻസ്. ഒന്ന് ചോദിച്ചാൽ 10 തരുന്ന കർത്താവ് നമുക്കുള്ളത്, ഒന്ന് ചോദിച്ചാൽ 10 തരുന്ന പിതാവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഹീലിംഗ് ലഭിക്കാൻ ഒത്തിരി മെക്കാനിസംസ് ഉണ്ട്. നമ്മളിതൊന്നും ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ കിടന്ന് കുഴയുന്നത്. ഓക്കെ, അപ്പം സോ യാ യു ക്യാൻ സ്റ്റാൻഡ് ഓൺ ദാറ്റ്. വേറൊരു സംഭവം എന്തെന്നറിയാമോ? നമുക്ക് ഫിയർ അല്ലേ, ഒരു രോഗം വരുമ്പം നമുക്ക് ഭീതി വരും. എനിക്ക് ക്യാൻസറിൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പം സത്യം പറയാൻ എൻ്റെ മുട്ടടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ടേബിളിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് കരയായിരുന്നു. ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ഡയഗ്നോസിസ് കിട്ടിയപ്പം. അപ്പോഴേ നമ്മുടെ മുകളിൽ ഒരു സ്പിരിറ്റ് ഓഫ് ഫിയർ വരും. ഫിയർ ഒരു ഇമോഷന്, ഫിയർ ഒരു സ്പിരിറ്റും കൂടെ. ഓക്കെ, ഫിയർ ഇസ് നോട്ട് ജസ്റ്റ് എ സിമ്പിൾ ഇമോഷൻ. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. ഫിയർ ഇസ് എ സ്പിരിറ്റ്. ഫിയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യേശു നാമത്തിൽ മാറെന്ന് പറഞ്ഞാൽ അത് മാറിയിരിക്കും. അത് ഫെയ്ത്തിന്റെ പുറത്താണ് ഓടുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു ബി ഫിയർഫുൾ. ഒരു ദൈവത്തിന്റെ കുഞ്ഞിന്, ഒരു പൈതലിന്, ഒരു മകൻ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. വി ആർ ഓൾ ദ സൺസ് ഓഫ് ഗോഡ്. നമുക്കൊരിക്കലും ഒരു ഭീതിയുടെ ഒരു വിഷയം വരേണ്ട കാര്യമില്ല. കാര്യം എന്തുവാ? നമ്മളോട് കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട്, ഇല്ലേ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നമ്മൾ ആക്ച്വലി ഒരാളിപ്പം ഒരു വിശ്വാസി മരിച്ചാൽ തന്നെ, ഓക്കെ, ഒരാള് ജീവിതത്തിന്റെ ഓട്ടത്തിൽ ഒരു പോയിന്റ് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ ആ പുള്ളിയുടെ കൂടെ പിന്നെ നിത്യതയോളം കർത്താവുണ്ട്. പുള്ളി നടന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പം ഒരു പോയിന്റ്, ഇപ്പം ഈ പുള്ളി മരിക്കുവാണെങ്കിൽ ആ മരണത്തിൽ കൂടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്, മരണത്തിന്റെ അപ്പുറത്തും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്, നിത്യതയോളം കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഒരു നാളും നമ്മൾ പിന്നെ ഒറ്റയ്ക്കല്ല. ഓക്കെ, അതുകൊണ്ട് വി ക്യാൻ ബി വെരി വെരി കോൺഫിഡൻറ്റ് ഓഫ് ഇറ്റ്. അപ്പം നമ്മൾ ഈ സ്പിരിറ്റ് ഓഫ് ഫിയർ നമുക്ക് യേശു നാമത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ ഐസയ 53:4 ഒന്ന് എടുക്കാമോ? കർത്താവ് നമുക്ക് ഫിസിക്കൽ പെയിന്റെ മോളിൽ വിടുതൽ തന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ കല്ലെറിയൽ തന്നെ. ഓക്കെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മളുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട് surely is born our griefs and carried our sorrows എന്ന്. ഗ്രീഫിന്റെ മീനിങ് എന്താണെന്ന് അറിയുമോ? ഗ്രീഫ് and carried our sorrows, it means pain, physical or mental pain. Okay, if you can believe, you can overcome physical pain. കൈ ഏറ്റവും ആദ്യം കിച്ചണിൽ വെച്ചൊന്ന് മുറിഞ്ഞാല്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോണ്ട് ഒന്ന് മുറിഞ്ഞാല് നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. യേശു നാമത്തിൽ പെയിൻ പോ, താങ്ക് യു ജീസസ് ഫോർ ഹീലിംഗ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞാല് യു വിൽ ഗെറ്റ് ഇറ്റ്. ചിലരോർക്കും അതെന്തോ, അത് ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇറ്റ് ഈസ് പോസിബിൾ. മനുഷ്യമായിട്ട് നടക്കാത്തതാണല്ലോ കർത്താവിൽ കൂടെ നടക്കുന്നത്, അല്ലേ? നമ്മൾ വിശ്വാസത്തിൽ കൂടെ നമുക്ക് ക്യാൻസർ കർത്താവിന് ഒതുക്കാൻ പറ്റുമെങ്കിൽ പെയിൻ ആണ് ഒതുക്കാൻ കർത്താവിന് പാട്. കിഡ്നി പ്രോബ്ലം ഹീൽ ചെയ്യാമെങ്കിൽ, ഹാർട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാമെങ്കിൽ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാമെങ്കിൽ പെയിൻ ഇസ് നത്തിങ്. മനസ്സിലായി? നമ്മൾ കാണുന്ന വിഷയം ആനയാണ്, മലയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതുകൊണ്ടാ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് എന്തോ ലഭിക്കുന്നതെന്ന് അറിയുമോ? ഞാൻ പണ്ട് ഓർത്തിട്ടുണ്ട്, കർത്താവ് എന്തിന് കർത്താവ് നമ്മുടെ അടുത്ത് ആരാധിക്കാൻ പറഞ്ഞു?
കർത്താവിന് സ്വർഗത്തിൽ ആരാധനയുടെ കുറവുണ്ടോ? കർത്താവിന് കുറവുള്ള അപ്പം സൈറ്റും കൊണ്ട് ആവശ്യത്തിനുള്ള മസാല ഇടുക ആവശ്യത്തിന്. കർത്താവിന് സ്വർഗത്തിൽ ആരാധനയ്ക്ക് കുറവുണ്ടെങ്കിൽ ദൈവത്തിന് കുറവുണ്ട്. അപ്പം ദൈവം ദൈവമല്ല. ഓക്കെ, നല്ല ലോജിക് അല്ലേ? പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ആരാധന എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി തന്നേക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലോട്ട് ഒരു ഭാരമുള്ളൊരു നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിശ്വാസി ഒരു ലെവൽ എത്തുന്നിടം വരെ നമ്മളെ പലതും ഇങ്ങനെ ഒലച്ചോണ്ടിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇച്ചിരി ടൈം കർത്താവിനോട് ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവ് കണ്ണടച്ചിട്ട് നമ്മൾ പറഞ്ഞു, കർത്താവെ ആകാശനെയും ഭൂമിയും ഒരു വാക്കും കൊണ്ട് സൃഷ്ടിച്ച ദൈവം എൻ്റെ ദൈവം. അങ്ങനെയാണോ? ആകാശനെയും ഭൂമിയും സൃഷ്ടിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു വീടിന്റെ റെന്റിന്റെ വിഷയം ആകാശം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് എന്തോ വിഷയമല്ല അല്ലെ? കർത്താവെ എത്ര മനോഹരമായിട്ട് കർത്താവെ അങ്ങ് എന്നെ സൃഷ്ടിച്ചു. എൻ്റെ ശരീരത്തിൽ രക്തം ഓടുന്നുണ്ടോ, എനിക്ക് എൻ്റെ എല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്, അതിനായിട്ട് സ്തോത്രം. എനിക്ക് വേണ്ടി കർത്താവ് നീ ഇത് ചെയ്തു അത് ചെയ്തു. എത്ര അത്ഭുതമായിട്ട് ബൈബിളിൽ പറയുന്നു. കർത്താവ് സമുദ്രത്തിലെ വെള്ളമെല്ലാം കയ്യിലെ ഇൻ ദ പാംസ് ഓഫ് ഇറ്റ് ഹാൻഡ് ക്യാരി ചെയ്യുന്നു. നമ്മൾ അങ്ങനെ അങ്ങോട്ട് വർഷിപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ ഈ വലിയ മല പോലെ ഇരുന്ന സാധനം എലി പോലെ. ബിക്കോസ് നമ്മൾ മോളിൽ നിന്ന് നോക്കുവാണെങ്കിൽ, കർത്താവിന്റെ ത്രോണിന്റെ പൊസിഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് കാണാൻ പറ്റും, ഗാലാക്സീസ് കാണാൻ പറ്റും, മിൽക്കി വേ കാണാൻ പറ്റും, സോളാർ സിസ്റ്റം കാണാൻ പറ്റും. നമുക്ക് ഞാൻ പറയുന്ന ഇമാജിനേഷനിൽ കൂടെ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ യു ക്യാൻ സീ ദ എർത്തിനകത്ത് സോ മെനി കോണ്ടിനെന്റ്സ്. ആ കോണ്ടിനെന്റ്സിനകത്ത് ഒത്തിരി കൺട്രീസിനകത്ത് ഒരു കൺട്രി നമ്മുടെ ആ കൺട്രിയുടെ പല സ്റ്റേറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊവിൻസസിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റേറ്റിൽ, ആ സ്റ്റേറ്റിലെ എത്രയോ ടൗൺസും സിറ്റീസിനകത്തും നമ്മൾ ഒരു ടൗണിൽ അല്ലെങ്കിൽ ആ സിറ്റിക്കകത്ത് സോ യു സീ ദാറ്റ് യു ആർ സോ സ്മോൾ അല്ലേ? നമ്മൾ കാണുന്നത് നമ്മൾ ഇത്ര ചെറുതാ. അപ്പം ഈ ആകാശത്തിന് ഭൂമി ഒറ്റ വായം കൊണ്ട് സൃഷ്ടിച്ച, ഒരു വാക്കും കൊണ്ട് സൃഷ്ടിച്ച കർത്താവിന് എൻ്റെ പ്രശ്നം നീക്കാനാണ് പാട്. അപ്പൊ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പം നമ്മുടെ ഈ പ്രശ്നം മല പോലുള്ള പ്രശ്നം ഷൂന്നാവും അതിന്റെ അപ്പുറമായിട്ടുള്ള ദൈവത്തിന്റെ സന്ധിയിൽ. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തിയും ആ പവറും ആ മഹത്വവും നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മുടെ കണ്ണ് കൂടുതൽ തുറക്കുക ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് അറിയാനായിട്ട്. സോ ആ തിരിച്ചറിവിലൂടെ നമ്മുടെ ദൈവം ഇത്ര വലിയതും നമ്മുടെ പ്രോബ്ലം ഒരു ചെറിയതും അച്ഛ പറഞ്ഞ പോലെ ആയി മാറുന്നത് നമുക്ക് അപ്പം മനസ്സിലാവും. നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, അപ്പൊ കിട്ടുന്ന ആ ഒരു ബോൾഡ്നെസ് നമുക്ക് പിന്നെ എന്തിനേയും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഇത് കിട്ടും. ആ ഒരു നമുക്ക് നമ്മളിപ്പം വർഷിപ്പ് നമുക്ക് ആ ബോൾഡ്നെസ് കിട്ടുന്നത്. യു ഫീൽ ബോൾഡ് ടു ചാലഞ്ച് ദി പ്രോബ്ലം. അപ്പം സോ വെൻ യു ഫീൽ പെയിൻ ഇൻ യുവർ ബോഡി, സേ പെയിൻ ഗെറ്റ് ലോസ്റ്റ് ഇൻ ജീസസ് നെയിം. ഓക്കെ, ഞാൻ പൊതുവെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന, ലോർഡ് ഐ സ്പീക്ക് ടു ദിസ് പേഴ്സൺ. ചിലപ്പോൾ അവർ പറയും തലവേദന, കാലിന് മുട്ടിന് വേദന, ഞാൻ വീണു, എൻ്റെ കാലുളുക്കി, അങ്ങനെ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ബ്ലാങ്കറ്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ എന്തോ വിഷയം, കാല് നോവുന്നുണ്ടോ, ഇങ്ങനെ തിരിക്കുമ്പോഴാണോ വേദന, അങ്ങനെ തിരിക്കുമ്പോഴാണോ വേദന, ഇരിക്കുമ്പോഴാണോ വേദന എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം എന്തുവാ? നമുക്ക് രോഗത്തിനും പാപത്തിനും ഫൈനാൻഷ്യൽ ഇഷ്യൂവിനും എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഒറ്റ മൂല്യ അല്ലേ? യേശുവിന്റെ നാമം. അപ്പം നമ്മൾ എന്തോ വിഷയം എന്ന് അറിയേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ ടാൻസാനിയയിലെ ഞങ്ങളുടെ പാസ്റ്റർ എന്ത് ചെയ്യുന്ന അറിയാമോ? ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വരുമ്പം പുള്ളി ചോദിക്കാൻ നിൽക്കത്തില്ല എന്തോ വിഷയമെന്ന്. ബിക്കോസ് നമ്മുടെ കയ്യിൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ അല്ലേ? അപ്പം പുള്ളി അങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചോദിക്കും. ഹീലിങ്ങിന് വേണ്ടിയാണോ, ഫൈനാൻസസിന് വേണ്ടിയാണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഇത്രേ ഉള്ളൂ, ലോർഡ് ഐ കമാൻഡ് യേശു നാമത്തിൽ ഈ വ്യക്തിയുടെ ശരീരത്തിലുള്ള എല്ലാ ബോണും അല്ലെങ്കിൽ എല്ലാ പാർട്ട് ഓഫ് ഹിസ് ബോഡി, ലോർഡ് ഐ കമാൻഡ് ടു കൺഫേം ടു ദ സൈസ്, ദ ഷേപ്പ്, ദ ഫങ്ഷൻ, ദ ഫോം ദാറ്റ് യു ക്രിയേറ്റഡ് ഇറ്റ് ടു ബി. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അതായത് കർത്താവിന്റെ പ്ലാനിൽ അല്ലാത്ത ഡിസൈൻ, അല്ലാത്ത ഷേപ്പിൽ, അല്ലെങ്കിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ ശരീരത്തിന്റെ അവയവത്തിന് യേശു നാമത്തിൽ കർത്താവിന്റെ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ കൽപ്പിക്കുക.
എന്ന് പറയുമ്പം എന്ത് പറ്റും? നമ്മൾ ഈ പറയുന്ന വായിലെ വാക്കും കൊണ്ട് ആ വചനം ചെന്ന് ആ മാറി വിരൂപമായിട്ടിരിക്കുന്ന ആ ഒരു പോർഷനെ അത് കർത്താവിന്റെ പ്ലാനിലോട്ട് കൺഫേം ചെയ്യിപ്പിക്കും നമ്മൾ വിശ്വസിച്ച് നിന്ന. ഓക്കെ, മെഡിക്കൽ സയൻസിന് ഇപ്പോൾ ഒരു ലിഗമെന്റ് ടോണ അല്ലെങ്കിൽ ഒരു മസിൽ ടോണ എത്ര ദിവസം എടുക്കും? സർജറി കഴിഞ്ഞാൽ എത്രയും കാശ് എടുക്കും. പക്ഷേ ബൈ ദ വേർഡ് ഓഫ് ഗോഡ് യു ക്യാൻ സോ ക്വിക്ലി റിസോൾവ് ഇഷ്യൂസ്. ഓക്കെ, സോ യാ കർത്താവ് നമുക്ക് വേണ്ടി പെയിനിന്റെ മുകളിൽ പോലും വിടുതൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഐ ജസ്റ്റ് ഷെയർഡ് വിത്ത് യു ഹൗ ഐ പ്രേ ഫോർ ഹീലിംഗ്. ഓക്കെ, യാ. പിന്നെ ഞാൻ ആക്ച്വലി ഈ ക്യാൻസറിന്റെ വിഷയം കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് ഇരിക്കുമായിരുന്നു. എൻ്റെ മദറിന്റെ വീട്ടിൽ ഇരുന്നപ്പം ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവെ വിശ്വാസം കൊണ്ട് പിടിച്ചത് വിശ്വാസം കൊണ്ട് നിലനിർത്തണമെന്ന് ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? നമുക്ക് വിശ്വാസം കൊണ്ട് പിടിച്ചിട്ട് കാര്യം നമ്മൾ വിശ്വാസത്തിൽ കൂടെ നിലനിർത്തിയില്ലെങ്കിൽ എന്നെ പറ്റുന്നറിയാം, അടുത്ത പ്രാവശ്യം സംഭവം വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. അപ്പം ഞാൻ ഓർത്തു, കർത്താവെ, ഇത് 2011 ഞാനൊരു ദിവസം, ഞാൻ പൊതുവെ TV കാണാറില്ല, ഞാൻ ജീവിതത്തിൽ അങ്ങനെ TV കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുക, ഞാൻ സർജറി കഴിഞ്ഞ് ഞാൻ ഓർക്കും, കർത്താവെ, ഞാൻ ഇനിയും എനിക്ക് ക്യാൻസറിന് മുകളിൽ കർത്താവ് വിടുതൽ കിട്ടിയെന്ന് എനിക്ക് അടുത്ത 6 മാസം ഓർക്കണം, വിശ്വസിക്കണം, അടുത്ത 1 വർഷം വിശ്വസിക്കണം, അടുത്ത 5 വർഷം വിശ്വസിക്കണം, അടുത്ത 10 വർഷം വിശ്വസിക്കണം, അടുത്ത 20 വർഷം വിശ്വസിക്കണം, അടുത്ത ഞാൻ ജീവിക്കുന്ന കാലം മുഴുവൻ ഇതിനെ എതിർത്ത് നിൽക്കാൻ ഞാൻ വിശ്വസിച്ച് നിൽക്കണം. ഞാൻ കർത്താവ്, ഇത് ഇച്ചിരി പാടാണല്ലോ. നമ്മളെല്ലാം മനുഷ്യരല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോഴേ ഞാൻ TV-ക്കകത്തുനിന്ന് ഒരു മെസ്സേജ് കേട്ടത്, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബലത്തിലല്ല, നമ്മൾ നിൽക്കുന്ന കർത്താവിന്റെ കൃപയില്ല. വി ആർ സ്റ്റാൻഡിങ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പൊ നമ്മുടെ ഈ സർക്കസിൽ കണ്ടിട്ടില്ലേ, ഈ ഈ പൊങ്ങിയ റോപ്പിന്റെ മോളിൽ ഈ സർക്കസ് കാണിക്കുന്നവരെ, അവര് തെറ്റി താഴെ വീണ അവരെ ഹോൾഡപ്പ് ചെയ്യാൻ എന്തുകൊണ്ട് ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ട്, അല്ലേ? ഇല്ലേ? അപ്പൊ അവർ തെറ്റിയാലും അവര് തീർന്നു പോകത്തില്ല. അപ്പൊ നമുക്കൊരു സേഫ്റ്റി നെറ്റ് ഉണ്ട്, കർത്താവിന്റെ കൃപ എന്ന് പറയും. കർത്താവിന്റെ കൃപ നമുക്ക് മതിയായതാ. ആ പ്രശ്നത്തിൽ നമ്മൾ നിർത്താനല്ല, പ്രശ്നത്തിന്റെ വെളി കൊണ്ടുവരും. ഓക്കെ, ചിലര് അടുത്ത വിഷയം പോളിന്റെ തോണിനെ പറ്റി പറയും. അതേ പറഞ്ഞേ, നമ്മൾ ഓരോന്ന് ഹാൻഡിൽ ചെയ്ത് വരും, ഇങ്ങനെ ഓരോന്ന് വരും. പോളിന്റെ വിഷയം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചില്ല. പോളിന്റെ തോണ് നമ്മൾ പൊതുവെ രോഗസൗഖ്യത്തിനെ കുറിച്ച് പറയും, ഏറ്റവും ആദ്യം ആൾക്കാർ പൊക്കിക്കൊണ്ടുവരുന്നത് എന്തുവാ? പൗലോസിന്റെ ശൂലം, അല്ലേ? പൗലോസിന്റെ ശൂലം ഇല്ലായിരുന്നോ ശരീരത്തില്? ആ ശൂലം രോഗമല്ലായിരുന്നോ? ചിലർ ഇച്ചിരിയോടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് പറയും, പൗലോസിന്റെ കണ്ണിന് പ്രശ്നമില്ലായിരുന്നോ? നമുക്ക് അത് എളുപ്പം നോക്കാം. ഓക്കെ, പോൾസ് തോൺ ഇൻ ദ ഫ്ലഷ്, ആ പോർഷൻ വി നീഡ് ടു ഡീൽ വിത്ത് ദാറ്റ്. അല്ലെങ്കിൽ നമ്മൾ വി നീഡ് ടു സ്റ്റാൻഡ് ഇൻ ഫെയ്ത്ത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിൽ നിൽക്കുന്ന, ഒരു കാര്യം നമ്മൾ ആത്മീയമായിട്ട് ചെയ്യുമ്പം അത് എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം വേണം. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് അറിയാമോ? നമുക്ക് നമ്മളെ തന്നെ സൈറ്റൻ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് തന്നെ ആൻസർ കിട്ടാതെ വരും. ആൻസർ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം കുഴയും. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ തോന്നുന്നു പറഞ്ഞു, എടാ ആ ഒരു വിഷയം, അപ്പം ഇത് ശരിയല്ല എന്നുള്ള ഒരു രീതിയിലോട്ട് പോകും. അതുകൊണ്ട് വി നീഡ് ടു ഹാവ് ക്ലിയർ ആൻസേഴ്സ്. ഓക്കെ, Paul the thorn in the flesh എവിടെയാന്ന് ആർക്കും? 2 Corinthians 12:6 ആണ്. ഒന്ന് വായിച്ചേ. 2 Corinthians 12:6. ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല, സത്യമല്ലോ പറയുന്നത്, അല്ലേ? എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്നോ കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തു, അത് വായിക്കാം.
ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതിനകത്ത് നമ്മൾ കാണുന്നത് എന്തോ, പൗലോസിനുണ്ടായിരുന്ന ശൂലത്തിനെ കുറിച്ച് അല്ലേ. അപ്പം ആ ശൂലത്തിന് നമ്മൾ വിഷയം നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ശരീരത്തിലൊരു ശൂലം തന്നേക്കുന്നു. ഓക്കെ, പൗലോസ് രോഗിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓടിച്ചങ്ങ് പോവാം, നമുക്കത് പിന്നെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സെഷൻസ് ഹീലിങ്ങിനെ കുറിച്ച് നീണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാം, അത് വേറൊരു ഹീലിംഗ് സെഷനായിട്ട്. പക്ഷെ നോട്ട് നെക്സ്റ്റ് വീക്ക്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ് ഫോർ ലോങ്. പക്ഷേ വൺ ഓഫ് ദീസ് വീക്സ് വിൽ ഡീൽ വിത്ത് ഇറ്റ്. പോളിന്റെ തോൺ എന്ന് പറയുന്നത് പൗലോസിന്റെ കൂട്ട് അടിയും തൊഴിയേറ്റ് കഷ്ടത അനുഭവിച്ച് അറിയുന്നുണ്ടോ? അല്ലേ? പൗലോസ് ഒത്തിരി അടിയേറ്റിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, വെള്ളത്തിൽ സീക്കകത്ത് കിടന്നിട്ടുണ്ട്, അല്ലേ? ഷിപ്രക്ക് കാണും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പെർസിക്യൂഷന്റെ ഭാഗമാണ്. ഓക്കെ, അടുത്ത വിഷയം. ഓക്കെ, പെർസിക്യൂഷൻ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് അത് ക്രോസിൽ കണ്ടായിരുന്നു. ക്യാരിങ് ദ ക്രോസ് ദാറ്റ് ജീസസ് ഹസ് ഗിവൺ മീ. അത് നമ്മൾ വി ലുക്ക്ഡ് അറ്റ് ഇറ്റ് ഏർലിയർ. ക്യാരിങ് ദ ക്രോസ് എന്ന് പറയുന്നത് ഈസ് സഫറിങ് ഫോർ ദ സേക്ക് ഓഫ് ജീസസ്. കർത്താവിന് വേണ്ടി കഷ്ടം ഒരു രോഗത്തിൽ കൂടെ കയറി ഇറങ്ങുന്ന ഒരാൾ എങ്ങനെയാ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത്? രോഗം എല്ലാവർക്കും ഇല്ലേ? ഹിന്ദുവിനും മുസ്ലിമിനും സോക്കാൾ ക്രിസ്ത്യനും എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞത് ഞാൻ നെഗളിക്കാതിരിക്കാൻ എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ആ ശൂലത്തിന്റെ ബൈബിളിനകത്ത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് റെഫറൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു കാര്യം ബൈബിളിൽ കാണുമ്പം നമ്മൾ ഏറ്റവും ആദ്യം ബൈബിളിനകത്ത് അത് എവിടെയാ പറഞ്ഞേക്കുന്നതെന്ന് നമ്മൾ തപ്പിയെടുക്കണം. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് റെഫറൻസ്. അത്രയൊരു ടോപ്പിക് ഏറ്റവും ആദ്യം ബൈബിൾ എവിടെ ഹാൻഡിൽ ചെയ്തെന്ന് നോക്കണം. അത്രയൊരു ടോപ്പിക് ഏറ്റവും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് അറിയുമ്പോൾ നമ്പേഴ്സ് 33:55 നമ്പേഴ്സ് 33:55 അന്ന് എടുത്തായിരിക്കും വായിച്ചേ. 33:55 സംഖ്യ അല്ലേ? എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്ന വേറെ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ ഉണ്ടോ? ഇത് സെയിം തിങ് അല്ലേ? പാർശ്വങ്ങളിൽ കണ്ടകങ്ങൾ, അതിൻ്റെയൊക്കെ മീനിങ്, ആ വേർഡിന്റെ മീനിങ് എനിക്ക് ഒരു പിടിയില്ല. മുള്ള എനിക്ക് എന്തെന്നറിയാം. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നെങ്കിൽ ഇഫ് യു നോട്ട് ഡ്രൈവ് ഔട്ട് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ലാൻഡ്. ഓക്കെ, അതായത് ഇസ്രായേൽ മക്കളുടെ അടുത്ത് കർത്താവ് പറയുക, നിങ്ങൾ ആ സ്ഥലത്തോട്ട് പോയി കനാനിലോട്ട് ചെന്നിട്ട് ആ സ്ഥലത്തെ ആൾക്കാരെ നിങ്ങൾ വെളിയിലാക്കിയില്ലെങ്കിൽ അവർ നിങ്ങളുടെ സൈഡിൽ ദേ വിൽ റിമെയിൻ ലൈക്ക് പ്രിക്സ് ഇൻ യുവർ ഐസ്, കണ്ണിൽ കൂടെ തോൺ വരുന്നത് പോലെ ആയിരിക്കും. ഓക്കെ, ദേ വിൽ ബി ലൈക്ക് തോൺസ് ഓൺ യുവർ സൈഡ്. അപ്പം സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഇസ്രായേലിലെ ആടെ കണ്ണിനകത്തുനിന്ന് ഒരു ഫിലിസ്തീൻ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റുമോ? ഒരു ഇസ്രായേലിന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു കനാനിൻ ശരീരത്തിനകത്തുനിന്ന് വെളിയിലോട്ട് വരുന്നത് കാണാൻ പറ്റുമോ? നോ. അതെല്ലാം ഒരു അതിനെന്തോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തോ പറയുന്നത്, ഞാൻ ലാംഗ്വേജ് എൻ്റെ ആളല്ല, അതിനൊരു സിമിലിയാന്നോ എന്തോ ഒരു അനാലജിയാ അല്ലെ? ഇറ്റ്സ് ജസ്റ്റ് എന്തോ അതിന് പറയുന്നത്, എന്തോ ഒരു ടെക്നിക്കൽ വേർഡ് വേണം നമുക്ക്. സിമിലിയോ അനാലജി എന്തോ whatever. ഓക്കെ, അപ്പോൾ ഓക്കെ മേ ബി സാദൃശ്യം. ഓക്കെ, അപ്പം അതൊക്കെ ഒരു അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. എങ്ങനെ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം പൗലോസിന്റെ ശരീരത്തിൽ ശൂലം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം പൗലോസിന്റെ കണ്ണിന് പ്രശ്നം അല്ല, കർത്താവിന് വേണ്ടി അടിയും തൊഴിയേക്കുന്ന ശൂലമായിരുന്നു പൗലോസിന്റെ വിഷയം, അല്ലാതെ കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ടല്ല. ഓർത്ത് നോക്ക്, പൗലോസ് എവിടെ പോയി? പൗലോസ് ആ ഐലൻഡിൽ പോയി അല്ലേ? ഐലൻഡിൽ പോയി ആ പോർഷൻ ഒന്നെടുത്തേ, പബ്ലിയോസിന്റെ
അപ്പന് രോഗസൗഖ്യം കൊടുത്തത്? ആക്സ് 28:8. ആക്സ് 28:8 വായിച്ചു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ചും സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും അവൻ വന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പം പൗലോസ് ആ ഐലൻഡിൽ ഷിപ്രക്ക് കാരണം ചെന്ന, ഓക്കെ, കപ്പല് തകർന്നുകൊണ്ട് അവിടെ ചെന്നതാ. അവിടെ ചെന്നിട്ട് പൗലോസ് അവിടെ ഒരു പുള്ളിയുടെ അപ്പന്, അതായത് ചീഫ് മാൻ ഓഫ് ദി ഐലൻഡ്, വേഴ്സ് 7 പറയുന്നുണ്ട്, ആ പുള്ളിയുടെ അപ്പനെ ഇങ്ങനെ വയ്യാതെ കിടക്കുമായിരുന്നു. ആ പുള്ളിക്ക് രോഗസൗഖ്യം പ്രാർത്ഥിച്ച് ആ പുള്ളിക്ക് രോഗസൗഖ്യം വന്നു. ഓക്കെ, രോഗസൗഖ്യം വന്നു. അത് കണ്ട് ആൾക്കാർ എന്ത് ചെയ്തു? അടുത്ത വേഴ്സിൽ പറയുന്നു, ആ ദ്വീപിലുണ്ടായിരുന്ന രോഗികളായിട്ടുള്ള എല്ലാവരും വന്നു. ഓക്കെ, ആൻഡ് ദേ വർ ഹീൽഡ്. Okay, others also which had diseases in the island came and they were healed. അപ്പൊ അവിടെ കാണുന്നത് എന്തുവാ? വന്നവർക്കെല്ലാം രോഗസൗഖ്യം ലഭിച്ചു, ഇല്ലേ? അപ്പൊ ആരാ രോഗസൗഖ്യം? ആരിൽ കൂടെ രോഗസൗഖ്യം വ്യാപരിച്ചേ? പൗലോസിൽ കൂടെ. ഓർത്ത് നോക്ക്, പൗലോസിന് കണ്ണിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവര് പറഞ്ഞു, എടാ നീ നിന്നെ തന്നെ ആദ്യം സൗഖ്യമാക്ക്, ഇല്ലേ? ഓർത്ത് നോക്ക്, ഒരു കുഷ്ഠരോഗി പറയാ, ഇങ്ങ വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് രോഗസൗഖ്യം തരാം, ആരെങ്കിലും അടുക്കൂ? അല്ലെങ്കിൽ വിസിബിളായിട്ട് ഒരു ഹാർട്ട് പ്രോബ്ലം, അല്ലെങ്കിൽ കണ്ണിന് ചിലർ പറയും പൗലോസിന്റെ കണ്ണിൽ നിന്ന് എപ്പോഴും പസ് വരുമായിരുന്നു. കണ്ണിൽ നിന്ന് എപ്പോഴും പസ് വന്നാൽ കണ്ണ് കാണത്തില്ല, അല്ലേ? കാണുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസ് കണ്ണുപൊട്ടനായിരുന്നായിരിക്കണം. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ, മനസ്സിലായി? അപ്പം ഓൾ ദിസ് ഇസ് ജസ്റ്റ് നോൺസെൻസ്. അപ്പം നമ്മൾ കാണുന്നത് പൗലോസിന്റെ ശൂലം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി അടിയും തൊഴിയും ഏറ്റതായിരുന്നു, അല്ലാതെ രോഗം കണ്ണിന്റെ പ്രശ്നമല്ല. ഓക്കെ, പിന്നെ ഒരു അപ്പൊ നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ കണ്ടു. ആ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവർക്കും രോഗസൗഖ്യം കിട്ടി, ഇല്ലേ? ആക്സ് 10:38 നോക്കിക്കേ. ആക്സ് 10:38. ആക്സ് 10:38 വായിച്ചോ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആക്ച്വലി സിക്നസ് എന്ന് പറഞ്ഞ സൈറ്റന്റെ ഒരു ഓപ്പറേഷനും കൂടാ ഒരു വിധത്തിൽ. ഓക്കെ, സിക്നസ് ക്യാൻ കം ബിക്കോസ് ഓഫ് 2 റീസൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് ക്യാൻ ബി ഡെമോണിക്, ഇറ്റ് ക്യാൻ ബി ഫ്രം ദി ബോഡി. പക്ഷേ ഓൾ സെഡ് ആൻഡ് ഡൺ, സിക്നസ് വിൽ നോട്ട് പെർമിറ്റ് യു ടു ഷെയർ ദ ഗോസ്പൽ ഫ്രീലി. ഓക്കെ, അപ്പൊ ഇവിടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവാൽ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞ് യേശുക്രിസ്തുവിടെ ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, കർത്താവ്, ചിലർ പറയും കർത്താവല്ല, ദൈവത്തിന്റെ പുത്രനല്ലായിരുന്നു, അതുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയും. ദാറ്റ്സ് നോട്ട് ട്രൂ. കർത്താവ് നമ്മുടെ കൂട്ടായി തീർന്നു, വെറും ഒരു മനുഷ്യന്റെ കൂട്ടായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് വെള്ളത്തിൽ സ്നാനം എടുത്തു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാണ് കർത്താവിന്റെ മിറക്കിൾസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമ്മളും കർത്താവുമായിട്ട് ആ വിധത്തിൽ വ്യത്യാസമില്ല. കർത്താവ് അതിനകത്ത് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി നമുക്കാർക്കും മരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ, പാപമില്ലാത്തതുകൊണ്ട്. പക്ഷെ കർത്താവിൽ കൂടെ വ്യാപരിച്ച ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്, മനസ്സിലായോ? അപ്പം ഇവിടെ പറഞ്ഞേക്കുക, ദീനക്കാരെ എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി, എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് വേറെ പല പോർഷൻസിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഹീലിംഗ് ഈസ് അവർ ബർത്ത് റൈറ്റ് അറ്റ് ഓൾ ടൈംസ്. ഓക്കെ, പിന്നെ വേറെ ഒരു വിഷയം, ചിലർ പറയും, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചെങ്കിൽ പിന്നെ
ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ചിലരുണ്ട് കർത്താവെ തരണേ തരണേ, എനിക്ക് രോഗസൗഖ്യം തരണേ രോഗസൗഖ്യം തരണേ രോഗസൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അത്ര ഒരു പ്രയർ യൂസ്ലെസ് ആണ്. ഞാനത് ഷെയർ ചെയ്തായിരുന്നല്ലോ. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചത് ശരിയായില്ല, വിശ്വസിച്ചത് ശരിയായില്ല, നമുക്ക് സംശയമുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല. പറയാൻ മനസ്സിലാ? ഫീൽ ഫ്രീ ടു പ്രേ സെക്കൻഡ് ടൈം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ അടുപ്പിലാണ് എനിക്ക് രോഗസൗഖ്യം വന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായി. ഓക്കെ, എനിക്ക് രോഗസൗഖ്യം വന്നോ നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന് ആടിയേക്കും. അപ്പോൾ ഓടിപ്പോയി ബൈബിൾ എടുത്ത് ഇച്ചിരി നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒന്ന് ധ്യാനിച്ചിട്ട് തിരിച്ചു വന്ന് നമുക്ക് പിന്നെയും പറയാം, നോ പ്രോബ്ലം, യേശു നാമത്തിൽ ബി ഹീൽഡ് എന്ന് നമ്മൾ പറഞ്ഞാൽ ദാറ്റ് വിൽ ഹാപ്പൻ. സോ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ സേയിങ് ഇറ്റ് എ സെക്കൻഡ് ടൈം. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് പറയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ രണ്ടാമത് പറയത്തില്ലല്ലോ. ആ ഉറപ്പ് നമുക്ക് കിട്ടുന്നത് ഹീലിംഗിന്റെ അതായത് രോഗസൗഖ്യത്തിനുള്ള വചനവും നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്. അത് നമ്മൾ ചെയ്യണം. ചില സമയത്ത് നമുക്ക് പറഞ്ഞ പോലെ ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്താൽ നല്ലതായിരിക്കും. ചില സമയത്ത് സൈറ്റൻ നമ്മളെ ഡിസീവ് ചെയ്യാം. ലൈക്ക് നമുക്ക് ഫെയ്ത്ത് ഉണ്ട്, ബട്ട് നമ്മളത് ശരിയാക്കി പോയാൽ നമുക്കത് ഇത് റിസീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. അതെ, നമ്മുടെ ഉള്ളില് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ അറിയാം അല്ലേ? അതായത് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പില്ലെങ്കിൽ നമുക്ക് അറിയാം അല്ലേ? ഇല്ലേ? അറിയാമോ ഇല്ലയോ? അറിയാൻ പറ്റും. നമ്മുടെ വിശ്വാസം ഒന്ന് പതറും. അപ്പൊ ആ ഒരു പതർച്ച വരുവാണെങ്കിൽ പിന്നെയും കമാൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, യാ. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്തു. കണ്ടോ, എനിക്കൊന്ന് ഒരു സെഷൻ കൂടെ പോയി. ഓക്കെ, ലെറ്റ്സ് ഫിനിഷ് ഇറ്റ് ക്വിക്ക്ലി. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തത് എന്തുവായിരുന്നു? നമ്മൾ ഒരു വിഷയത്തിന് ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പം അത് അപ്പോഴേ പോയി. ശരീരത്തിൽ ഒരു ഇൻഫെക്ഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം അത് വേരോടെ മാറി. ഓക്കെ, പക്ഷെ പിന്നെയും ഇച്ചിരി നേരം കൂടെ ആ ഇല പച്ചയായിട്ട് നിൽക്കാം, ഇച്ചിരി നേരം കൂടെ ആ പനി നിൽക്കാം. ഇൻഫെക്ഷൻ്റെ അതായത് ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ റൂട്ടാണ്, അതെ സിംറ്റം. ഓക്കെ, അതെ സിംറ്റം, ലക്ഷണം. നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻ റൂട്ടാ, അതിന്റെ പുറത്ത് മുകളിലോട്ട് വരുന്ന ഒരു സംഭവം അതിന്റെ ഇലയാ, സിംറ്റം അതിന്റെ ഇലയാ. ഓക്കെ, അപ്പൊ നമ്മൾ യേശു നാമത്തിൽ ബി ഹീൽഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ആ ഇൻഫെക്ഷന്റെ റൂട്ട് കട്ടായി, ഇൻഫെക്ഷൻ ഇസ് സ്റ്റാർട്ടിങ് ടു ഹീൽ, ഇറ്റ് ഹസ് ഹീൽഡ്, ആൻഡ് ദാറ്റ് ഫിഗ് ട്രീയുടെ ലീഫ് ക്യാൻ സ്റ്റിൽ ബി ഗ്രീൻ ഫോർ എ ലിറ്റിൽ വൈൽ. ഓക്കെ, നമ്മൾ ആ ഫിഗ് ട്രീയുടെ ലീഫ് ഗ്രീൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, അതായത് സിംറ്റം നമ്മുടെ ശരീരത്തിൽ കാണുന്നതുകൊണ്ട്, ഇച്ചിരി പനി നമ്മുടെ ശരീരത്തിൽ കാണുന്നതുകൊണ്ട് റൂട്ട് കട്ടായില്ലെന്ന് പറയല്ല. റൂട്ട് കട്ടായില്ലെന്ന് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? റൂട്ട് റീകണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ സിംറ്റത്തിനെ വേണം ഹാൻഡിൽ ചെയ്യാൻ. ആദ്യത്തെ പ്രാവശ്യം ഉറപ്പോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഏറ്റവും ആദ്യമൊക്കെ ഞാൻ ഹീലിംഗ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഓക്കെ മാർച്ച് അല്ലെങ്കിൽ മാർച്ച് 20th അല്ലെങ്കിൽ ജാനുവരി 1st എനിക്ക് ഹീലിംഗ് കിട്ടി. അപ്പം 10 ദിവസം കഴിയുമ്പോൾ ജാനുവരി 1st ആണോ ജാനുവരി 2nd ആണോ നമുക്ക് സംശയം വരും. ഇച്ചാണോടെ കഴിയുമ്പോൾ നമുക്ക് ജാനുവരി 1st ആയിരുന്നു ഫെബ്രുവരി 1st ആയിരുന്നു സംശയം വരും. അപ്പം ഞാൻ അതെല്ലാം മാറിയിട്ട് ഇപ്പം എന്ത് പറയുന്നത് അറിയുമോ? 2000 വർഷം കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചപ്പം എനിക്ക് രോഗസൗഖ്യം ലഭിച്ച അതിനാണ് സ്തോത്രം. ഓക്കെ, നമ്മൾ ഈ ഡേറ്റ് കാരണം കിടന്ന് കുഴയണ്ട. അപ്പം നമ്മൾ അങ്ങനെ, അപ്പം നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്നാൽ ഇറ്റ് മേക്സ് ഇറ്റ് എ ലോട്ട് ഈസിയർ. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ യു ക്യാൻ ബി out from any sickness without any issue. Okay, yeah, we will just close in a few minutes. നമ്മൾ മാത്യു 8:9 എടുത്തേ, അതോറിറ്റിയുടെ കാര്യം. മാത്യു 8:9 ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു.
ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാ. ആക്ച്വലി ഈ അതോറിറ്റി മനസ്സിലാകുന്ന ഏറ്റവും എളുപ്പം മിലിറ്ററിയിലുള്ളവർക്കും പോലീസുകാർക്കും ആയിരിക്കും. ബിക്കോസ് അതോറിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട്. അതോറിറ്റി എക്സസൈസ് ഇപ്പോൾ ഒരു മിലിറ്ററി കമാൻഡർ പറയുക, ഡാ ഇങ്ങോട്ട് വാ എന്ന് പറയുവാണെങ്കിൽ എൻ്റെ കാല് വയ്യ, എൻ്റെ വയറ് നോവുന്നു, എൻ്റെ തല വയ്യ, എനിക്ക് പനിയാണെന്നൊന്നും പറയില്ല. ഓക്കെ, വരാൻ പറഞ്ഞാൽ വന്നിരിക്കണം, ചത്താലും ശരി. അവർ അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പം ഒരു ബാറ്റിൽ നടക്കുന്ന ഓർത്തോ, ഇപ്പം ഇന്ത്യയും വേറെ ഏതെങ്കിലും രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുക. അപ്പം കമാൻഡർ ഡാ വരാൻ പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് മെഷീൻ ഗൺ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇയാൾ ആ മെഷീൻ ഗൺ ഫയറിങ്ങിനകത്തുനിന്ന് ഇറങ്ങി ഓടും. കാര്യം എന്തുവാ? ഇവൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതോറിറ്റി അനുസരിക്കുക എന്നുള്ള. ജീവനല്ല വിഷയം അവിടെ. ബിക്കോസ് ഇവൻ കമാൻഡർ പറഞ്ഞ് കേട്ട് അനുസരിച്ചില്ല എങ്കിൽ ഇവൻ തിരിച്ചവിടെ ചെല്ലുമ്പോൾ ഇവനെ കമാൻഡർ അതോറിറ്റിയുടെ അഗേൻസ്റ്റ് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ക്രൈം. മനസ്സിലായി? അപ്പം അതോറിറ്റി മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് മനസ്സിലാവും? അവന് മനസ്സിലാവും, ഞാനൊരു കാര്യം പറഞ്ഞതാ, ഇറ്റ് കനോട്ട് ചേഞ്ച്. അപ്പം ഈ സെഞ്ചുറിയൻ വന്നിട്ട് കർത്താവിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, വേഴ്സ് 80 പറഞ്ഞു, ലോർഡ് ഐ മീൻ 5ഉം 6ഉം വായിച്ചേ. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവനോട്, കർത്താവെ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ചു കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവെ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കണ്ടോ? അപ്പൊ ഈ പുള്ളിക്ക് അതോറിറ്റി എക്സാക്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്നത് നല്ല വശമാണ്. അപ്പം പുള്ളി പറയുന്നത് എന്തുവാ? കർത്താവ്, നീ എൻ്റെ വീട്ടിലൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്തു പറ്റും? വചനം, അതിവേഗം ഓടുന്ന വചനം അവിടെ ചെന്ന് തക്കതായിട്ടുള്ള ക്രിയ ചെയ്യും. അല്ലേ? നമ്മുടെ ഈ ലോകത്തിലെ നമ്മൾ കാണുന്ന മണ്ഡലത്തിൽ ലോകത്തിലെ ഗതി ആർമിയിൽ അങ്ങനെയാണെങ്കിൽ ആർമിയിൽ അബദ്ധങ്ങൾ പറ്റാൻ, തെറ്റ് പറ്റാം, ഇല്ലേ? ഒരു മനുഷ്യനാ. പക്ഷെ ഇത് ആകാശവും ഭൂമി മാറിയാലും മാറത്തില്ലെന്ന്, അതിൻ്റെ വചനം മാറത്തില്ലെന്ന് പറഞ്ഞ വചനത്തിനോടുകൂടെ നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. അപ്പം യേശു നാമത്തിൽ ഈ രോഗം മാറാൻ നമ്മൾ കൽപ്പിച്ചാൽ ഇതിന് വ്യത്യാസം വരത്തില്ല. ഓക്കെ, ഇതിനകത്ത് വേറൊരു വേഴ്സ് നമുക്ക് നോക്കാൻ പറ്റുന്ന മാർക്ക് 11:23. മാർക്ക് 11:23 എന്ത് പറയുന്നു? മാർക്ക് 11:23 ഒരു വിശ്വാസത്തിന്റെ ഒരു കോർ വേഴ്സാണ്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം നമ്മൾ ഈ വേഴ്സ് നേരത്തെ നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ വായിച്ചു. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മല. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ പ്രാർത്ഥിച്ചാലാണോ? പറഞ്ഞാൽ. ഓക്കെ, ഈ മലയോട് നീങ്ങിപ്പോവാൻ പറഞ്ഞാൽ എന്ത് പറ്റും? വായിച്ചതായിട്ട്, ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമല്ല ഹീലിങ്ങിന്. ഓക്കെ, നമുക്ക് കർത്താവ് അതോറിറ്റി തന്നിട്ടുണ്ട്. ഒരു പോലീസുകാരൻ, നമ്മൾ നേരത്തെ അതോറിറ്റിയെ പറ്റി കണ്ടല്ലേ, ഒരു പോലീസുകാരൻ ട്രാഫിക് റൗണ്ടിനകത്ത് കയറി നിന്നിട്ട് ഓരോ പ്രാവശ്യം വിളിച്ചു ചോദിക്കില്ല SI അടുത്ത്, ഞാൻ കൈപ്പൊക്കട്ടെ സാറേ, വണ്ടി നിർത്തട്ടെ, പാളയത്തുനിന്ന് വരുന്ന വണ്ടി നിർത്തിയിട്ട് സ്റ്റാച്യു നിന്ന് വരുന്ന വണ്ടി വിടട്ടെ. അയാൾ ഓരോ പ്രാവശ്യം ചോദിക്കുമല്ല, അയാൾ കയ്യിൽ നിന്ന് പൊക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്തോ ചെയ്യേണ്ടത്? നമ്മുടെ അടുത്ത് കർത്താവ് പറഞ്ഞേക്കുന്നത് കൽപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്.
ഒരു വാക്ക് കൽപ്പിക്കുകയൊന്നും വേണ്ട, ആലോചിച്ച് പോവൊന്നും വേണ്ട, ചുമ്മാ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കിന്റെ ഉറപ്പ് എന്തുവെന്ന് നമുക്കറിയാം, സാധാരണ അറിയാം, രോഗത്തിനും അറിയാം. ഓക്കെ, അപ്പം നമ്മളെ വിശ്വാസത്തോടുള്ളൊരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് ലഭിച്ചിരിക്കും. ആ ഒരു വേഴ്സിനകത്ത് ഞാൻ നേരത്തെ കവർ ചെയ്തിട്ടുണ്ട്. പറയാന്നുള്ളത് 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ആ വേഴ്സിനകത്ത്. ഓക്കെ, സേ ഫോർ വെർലി I say to you, that if you will say to this mountain, be thou removed and be thou cast into the sea, and shall not doubt in his heart, but shall believe. Believe ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. But shall believe those things that which is said shall come to pass, he shall have whatever he says. അപ്പൊ സേ എന്നുള്ള വേർഡ് പറയാന്നുള്ളത് 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ കർത്താവ് പ്രാവശ്യം ബ്രദർ ഹേഗിന് അപ്പിയർ ചെയ്തിട്ട് പറഞ്ഞത്, എൻ്റെ ആൾക്കാർ മിസ് ഔട്ട് ചെയ്യുന്നത് അവർക്ക് ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിൽ വിടുതൽ കിട്ടാത്തത് വിശ്വസിക്കാത്തതുകൊണ്ടല്ല, അവർ പറയാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു റിസീവ്. അപ്പം റിമെമ്പർ ദിസ്, ദാറ്റ് യു ഹാവ് ദി അതോറിറ്റി. നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ്, നമ്മൾ കർത്താവിൻ്റെ കയ്യ, കാല, കണ്ണ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ എതിരെ സൈറ്റന് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ എതിരെ നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, അവിടെ യേശു നിൽക്കുന്നത് പോലെ ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ്. യേശു നിന്ന് അവിടെ പറയുന്നത് പോലെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അത് അതോറിറ്റേറ്റീവായിട്ട് പറഞ്ഞാൽ യു വിൽ സീ ട്രമെൻഡസ് ഹീലിംഗ്. Okay, so I think we will close for the time being with healing. ഞാൻ വിശ്വസിക്കുക ദാറ്റ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഹീലിങ്ങിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ടാൻസാനിയയിലെ ഞങ്ങളുടെ ഐ മീൻ എനിക്ക് ക്യാൻസറിൻ്റെ ഹീലിംഗ് കിട്ടിക്കഴിഞ്ഞ് ഇച്ചിരി ദിവസം കഴിഞ്ഞ്, എനിക്കൊന്ന് 1-2 വർഷം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഹീലിംഗ്. നമ്മൾ ഏറ്റവും ആദ്യം ഇത്ര വലിയൊരു വിഷയത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ സൈറ്റൻ പറയണം, മിണ്ടല്ല, വേണ്ടിയ ഞാൻ നിനക്ക് തിരിച്ചു പിന്നെയും കൊണ്ട് തരും, ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ ആ ഒരു ഇറ്റ് ടുക്ക് മീ സം ടൈം. എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഐ കുഡ് നോട്ട് ഹാൻഡിൽ മൈ ടെസ്റ്റിമണി ഇനീഷ്യലി. ഇറ്റ് ടുക്ക് മീ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്, ബിക്കോസ് സൈറ്റൻ ഇങ്ങനെ നമ്മളെ കൊണ്ട് കുഴയ്ക്കുവേ. അപ്പം ഏറ്റവും ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ തന്നെ ചെയ്തു. അവിടെ ഒരു ആഫ്രിക്കൻ കൺട്രീസ് മിക്കയിടത്തും നല്ല ഹെൽത്ത് കെയർ ഇല്ല പൊതുവെ. അപ്പം ഞാൻ ഐ മീൻ ഞങ്ങൾ പോയി ഈ ടെർമിനൽ ക്യാൻസർ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. എല്ലാ ആഴ്ചയും once in 2-3 weeks. അപ്പം അങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. 8 ദിവസം കഴിഞ്ഞ് കർത്താവ് എൻ്റെ ഉള്ളിൽ ഇതിനെപ്പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത സഡൻലി തന്നത്, നിങ്ങൾ ആ ക്യാൻസർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഹീലിംഗ് സെമിനാർ കണ്ടക്ട് ചെയ്യാൻ. അപ്പം ആ ക്യാൻസർ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡ് അത് കഴിഞ്ഞ് സ്വഹിലി ഭാഷ സംസാരിക്കുന്ന, എനിക്ക് സ്വഹിലി അറിയത്തില്ല, സുനിന് അത്യാവശ്യം തട്ടിമുട്ടി നിൽക്കാൻ അറിയായിരുന്നു. അപ്പം അവിടെ ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ ഞങ്ങളുടെ സഹോദരന്മാരടുത്ത് പറഞ്ഞത്, ഈ ഹോസ്പിറ്റലിൽ ആണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഫോർ ക്യാൻസർ കെയർ ഇൻ ടാൻസാനിയ. ഓഷൻ റോഡ് ഹോസ്പിറ്റൽ, ഓഷൻ റോഡ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, OCRI. അവിടെ ദാറ്റ്സ് എ ലാസ്റ്റ് സ്റ്റോപ്പ് ഫോർ ക്യാൻസർ പേഷ്യൻസ് ഇൻ ടാൻസാനിയ. അവിടെ നിന്ന് മിക്കവാറും 7 to 10 ഡെഡ് ബോഡീസ് ഗോ ഔട്ട് ഓഫ് ദാറ്റ് ഹോസ്പിറ്റൽ എവറി ഡേ ആയിരുന്നു അല്ലേ? എവറി ഡേ. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ കർത്താവ് ഒരു ഹീലിംഗ് സെമിനാർ അത്രയും ക്രിട്ടിക്കലായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു. എന്തോ വാട്ടല്ലേ, ആരാ പോയി ഒരു ഹീലിംഗ് സെമിനാർ ക്യാൻസർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്? എനിവേ പോയി ചോദിച്ചു, അതോറിറ്റീസും സംസാരിച്ചു, അവർ ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. അവിടെ ചെറിയൊരു ചാപ്പലുണ്ട് സൈഡിൽ. ഞങ്ങൾ പാസ്റ്ററൽ ലെവൽ സ്റ്റാഫ് ഉണ്ട്, ബ്രാൻഡ് ന്യൂ ബിലീവേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അതോറിറ്റി ഉണ്ട് കേട്ടോ. നമ്മളത് മറക്കല്ല. നമ്മൾ ഓർക്കൽ 20 വർഷം എടുക്കും നമുക്ക് അതോറിറ്റി ലഭിക്കാൻ. നോ. ദ ഡേ യു കൺഫെസ് ജീസസ് ആസ് യുവർ ലോർഡ്, യു ഹാവ് അതോറിറ്റി. ഓക്കെ, ഒരു ബേബി ക്രിസ്ത്യൻ ഉള്ള അതോറിറ്റി തന്നെയാണ് ഒരു മെച്യൂർ ക്രിസ്ത്യൻ ഉള്ളത്. പക്ഷെ വിശ്വാസത്തിൽ ഒത്തിരി വ്യത്യാസം ഇവർക്ക് കാണാം. ഓക്കെ, അപ്പം ഞങ്ങൾ പാസ്റ്റർ ലെവൽ സ്റ്റാഫ് ഉണ്ട്, ബ്രാൻഡ് ന്യൂ ബിലീവേഴ്സ് ഉണ്ട്, മീഡിയം ലെവൽ ബിലീവേഴ്സ് ഉണ്ട്. എല്ലാവരും ഞങ്ങൾ 10-15 പേര് എന്ന് 3 ദിവസത്തെ ഹീലിംഗ് സെമിനാർ അവിടെ റൺ ചെയ്തു. അപ്പം ഈ പേഷ്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം നീട്ടാൻ പറ്റത്തില്ല. 1 മണിക്കൂർ 1.25 മണിക്കൂറുള്ള സെഷൻ. പക്ഷെ ആ ഒരു 1-1.25 മണിക്കൂറുള്ള സെഷനകത്ത് അവർക്ക് സ്വഹിലി അറിയാവുന്ന, മിക്കവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ ഞങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരെല്ലാം ഷെയർ ചെയ്തു കേട്ടോ. ചിലടത്ത് പറയും
സ്ത്രീകൾക്ക് ബൈബിൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ദാറ്റ്സ് നോൺസെൻസ്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഐ തിങ്ക് വിമൻ ഷുഡ് ബി റിയലി സ്ട്രോങ് ടു ഷെയർ ദ വേർഡ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തു, 3 ദിവസം ഷെയർ ചെയ്തു. ആ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന ഈ 10-15 പേര് ഞങ്ങൾ ഒരു 52 പേര് വന്നായിരുന്നു ഇത് അറ്റൻഡ് ചെയ്യാൻ. ഞങ്ങളെല്ലാവരുടെയും മോളി ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കൈവച്ച് പ്രാർത്ഥിച്ചു 3 ദിവസവും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേട്ടത് ഞങ്ങളുടെ അവിടുത്തെ ടാൻസാനിയൻ ആഫ്രിക്കൻ പാസ്റ്ററിൽ നിന്ന് ആ 52 പേരിൽ 35 പേര് വീട്ടിൽ പോയെന്ന്. മനസ്സിലായോ? 35 people went home. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ഗാർഡ് പറയുമായിരുന്നു അവിടുന്ന് 7 to 10 ഡെത്ത്സ് എവറി ഡേ കോഫിൻസ് വെളിയിൽ പോകുന്നതിന് പകരം ഇറ്റ് ബിക്കെയിം 2 to 3 once in 3 days. ഡെത്ത് റേറ്റ് ഷൂന്ന് താഴ്ത്തു പോയി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനം കള്ളമല്ല. ഇഫ് യു ക്യാൻ സ്റ്റാൻഡ് ഓൺ ഫെയ്ത്ത് യു വിൽ സീ ട്രെമൻഡസ് തിങ്സ്. അതുകൊണ്ട് ഒന്ന് സ്റ്റാർട്ട് എക്സസൈസിങ് ദീസ് തിങ്സ്. ഞാൻ വിശ്വസിക്കാതെ ഇപ്പം നമ്മളിപ്പം ഇത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 6ാമത്തെ സെഷനാണ്. 6ാമത്തെ സെഷനിൽ അതിൻ്റെ ഇടയ്ക്ക് 2 ആഴ്ച ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 8 ആഴ്ചയായി. 2 months ആയി. 2 months is a lot of time if you have spent on meditating on these things. And I believe that all of you are at a certain level now. God speak, receive healing, see it. അത് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് കാണുക, മറ്റവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഹീലിങ്ങിനെ പറ്റി ഇനിയും വല്ലതും പൊങ്ങി വന്ന് വി വിൽ ഷെയർ. അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഷെയർ, ആസ്ക് ആൻഡ് ദെൻ വി ക്യാൻ ഡീൽ വിത്ത് ദം. ഹീലിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു സംശയം വേണ്ട കേട്ടോ, ഒരു സംശയം വേണ്ട. ഒരു 0.0001% സംശയം വേണ്ട. ഇറ്റ് ഈസ് ഡൺ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ബി ബോൾഡ്. ബോൾഡ്നെസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ വചനം ധ്യാനിക്കുക, വചനം പറയാം, യു വിൽ ബി, അപ്പം ബോൾഡ്നെസ് വരും. ഓക്കെ ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. മമ്മി പ്രാർത്ഥിക്കോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇല്ലെന്ന് വിശ്വസിക്കുക. ഓക്കെ, മമ്മി പ്രാർത്ഥിക്കാം. മമ്മി മ്യൂട്ടാ. മ്യൂട്ടാ ഇപ്പോഴും മ്യൂട്ടാ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ അളവോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന ഈ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ പല ദേശത്തായിരിക്കുന്നു, എന്നാൽ സർവ്വവ്യാപിയായ കർത്താവ് ഞങ്ങളോടൊപ്പം ഉള്ളതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും കുടുംബമായിട്ട് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ രോഗസൗഖ്യത്തെ കുറിച്ച് കേട്ടവരെല്ലാം ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കുവാനും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം അവര് വളർച്ച പ്രാപിക്കാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം പറഞ്ഞ കച്ചുവിനെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം നീ അവന് കൊടുത്തിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. മുന്നമേ അങ്ങയുടെ രാജ്യവും നീതി അന്വേഷിച്ച് കടന്നുപോയ നിന്റെ മകനെ കർത്താവെ, അവനെ കുറിച്ച് അങ്ങ് ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും അവന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അവന് വെച്ചിരിക്കുന്ന വേലയിലേക്ക് അവൻ കടക്കട്ടെ കർത്താവെ. ഈ മീറ്റിങ്ങുകള് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. സുനുവിനും കച്ചുവിനും മക്കൾക്കും ഒന്നിച്ച് അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കവണ്ണം നീ അവനെ എടുത്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുത്ത സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ എല്ലാവരും പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീർന്നതിനായിട്ട് അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറപ്പുള്ളവരായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് അവനിലൂടെ കേട്ട എല്ലാ വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം പറയുന്നു. കടന്നു വന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.
എൻ്റെ ആക്ച്വലി ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട് കേട്ടോ. ഞാൻ ഐ വിൽ വോണ്ട് ടു ഗിവ് ഇറ്റ് ടു യു. പക്ഷേ ഇത് എങ്ങനെ നിങ്ങളുടെ തരണമെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് വണ്ടറിങ്. ഇത് ഈ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈ ടച്ച് ചെയ്ത ടോപ്പിക്സ് എല്ലാം ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ സീ ഹൗ വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, ബിക്കോസ് അത് ഇങ്ങനെ ഒരു ചാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം സീ യു ഓൾ. ഗോഡ് ബ്ലസ്. ബി സ്ട്രോങ്. ഞാൻ ഒത്തിരി ടെസ്റ്റിമണീസ് എക്സ്പെക്ട് ചെയ്യുക. നമ്മുടെ ഗുണമല്ല, വചനത്തിൻ്റെ ഗുണം. ഓക്കെ, കർത്താവ് പറഞ്ഞത് ആരാണ്ട് ഒരു പുള്ളി പ്രസംഗിച്ചു. ഐ മീൻ ബ്രദർ ഹേഗിൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ മിറക്കിൾസ് കാണുന്നില്ല, ഹീലിങ്സ് കാണുന്നില്ല. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാം, നീ എന്തോ പ്രസംഗിക്കുന്നത് നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. ബിക്കോസ് വചനം പ്രസംഗിച്ച മിറക്കിൾസ് ഗ്യാരൻറ്റീഡാ, ഹീലിങ്സ് ഗ്യാരൻറ്റീഡാ. അതുകൊണ്ട് നമ്മളെല്ലാവരിൽ കൂടെ ഐ എം എക്സ്പെക്ടിങ് എ ട്രെമൻഡസ് ഡിഫറൻസ്. ഇപ്പം ഇതെല്ലാം നമ്മൾ കേൾക്കണമെന്നില്ല, ഞാൻ കേൾക്കണമെന്നില്ല, പക്ഷെ നമ്മൾ ഇറ്റേണിറ്റി അത് കാണും. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഹീലിംഗ് ഒക്കെ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് വെക്കേണ്ട കാര്യമല്ല. അത് അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മൾ എപ്പോഴും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുക ഡിവൈൻ ഹീലിംഗ്. അതെ, ചോർന്നു പോവല്ല. ഓക്കെ, ചോരും മനുഷ്യരല്ലേ, ഇടയ്ക്കിടയ്ക്ക് ലീക്ക് വരും, അപ്പം ഓടിപ്പോയത് എടുത്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ്.